നമ്മളിപ്പോ വലിയതുറ ഫുട്ബോൾ അക്കാഡമി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സ്ഥലം തന്നെയാണിത്. 1972 ഇവിടെ ഇത് സ്ഥാപിതമായത്. ഒരുപാട് ഇന്ത്യൻ താരങ്ങളും അതുപോലെ സന്തോഷ് ട്രോഫി താരങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോഴും കുട്ടികൾക്ക് എല്ലാ ദിവസവും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ ഗ്രൗണ്ടിൽ. പക്ഷേ ഈ കടൽ കയറുന്നത് കൊണ്ട് വല്ലാത്ത പരിമിതികളുണ്ട്. വലിയതുറയുടെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്വാഗതം ചെയ്യുന്നു സി കേരളം സൂപ്പർ ബമ്പർ. പേരെന്താണ്? ശൈലജ ചേച്ചി. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. ജോലി ഉണ്ടായിരുന്നോ? പല്ലെല്ലാം പോയി. സുന്ദരി കുട്ടിയാ. അതാണ്. എന്ത് മോളാണോ? മരുമകളെ എന്തുണ്ട്? എങ്ങനെയുണ്ട് അമ്മായിമ്മ? നന്നായിട്ട്. സുന്ദരിയാണെന്നല്ല പറഞ്ഞ. സ്വഭാവം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ അല്ലേ? എന്തായാലും എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 8 മാസമായുള്ളൂ. എന്താണ് ഹസ്ബൻഡിന്റെ പേര്? ശരൺ. അമ്മായിയമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്താ? ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ മരുമക്കൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. അമ്മായിയമ്മമാരെ കണ്ട് ഇത് കണ്ട് പഠിക്കണം. അത് പിന്നെ എന്റെ പൊന്നും കൂടെ എനിക്ക് പിന്നെ അടുത്തത് വീട്ടിലിരിക്കാൻ സമ്മതിക്കത്തില്ല. നീ ഇറങ്ങി പോടി എന്ന് പറയൂ രാവിലെ. അങ്ങനെയാണ് പറയുന്നത്. എന്തോ അമ്മായിയമ്മയല്ലേ, കൊതിയാവുന്നു കണ്ടിട്ട്. പറഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്ന് പറയാം. ഇഷ്ടമില്ലാത്ത സ്വഭാവം രാവിലെ എണീക്കാൻ പറയും. അതാണ്. അത് തെറ്റാണ്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ പറയരുത് അല്ലേ? പിന്നെ വേറെ ബാക്കി പക്കയാണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ കേട്ട് പഠിക്കും കേട്ടോ. നിങ്ങൾ അമ്മായിയമ്മമാരൊക്കെ കേട്ട് പഠിക്കും. ഇങ്ങനെ വേണം അമ്മായിയമ്മമാര്. അമ്മായിയമ്മക്ക് അതാണ്. എന്താ പേര്? അരുൺമേരി. ഞാൻ പാട്ട് പാടും കേട്ടോ. பாப்பா எங்க செல்ல பாப்பா சொன்ன பேச்சு கேட்காத நல்ல பாப்பா சின்ன பாப்பா எங்க செல்ல பாப்பா சின்ன உனக்கு சீனி முட்டாய் வாங்கி தரணுமா சிலுக்கு சட்டை சின்ன பொம்மை பலூன் வேணுமா ஆமா வேணும் சிலுக்கு சட்டை சின்ன பொம்மை பலூன் வேணுமா கண்ணாமூச்சி ஆட்டம் உனக்கு சொல்லி தரணுமா கண்ணாமூச்சி ஆட்டம் உனக்கு சொல்லி தரணுமா சின்ன பாப்பா எங்க செல்ல பாப்பா சொன்ன பேச்சு கேட்காத நல்ல பாப்பா சின்ன பாப்பா எங்க செல்ல பாப்பா. നല്ല കയ്യടി. ഒരു മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം. അരമണിക്കൂറായി. ഓക്കെ, സന്തോഷമുണ്ട് കേട്ടോ. നന്നായിട്ട് പാടി. എന്താ പേര്? അലൻ. എന്ത് ചെയ്യുന്നു? അലൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എന്നോടാ ചോദിച്ചു. എന്റെ പേര് ഡാനിയൽ. അലൻ എന്ത് ചെയ്യുന്നു? നിക്കുന്നു. എന്തിനാ പഠിക്കുന്നേ? ഇവിടെ പെശക ഏരിയയാണ്. മൊത്തം പ്രശ്നമാണ്. പിള്ളേര് വരെ നമ്മളെ തോട്ടിയിട്ട് പഠിക്കും. ഓക്കേടാ. ശരി കാണാട്ടോ. ഓക്കേടാ. അപ്പൊ കഥകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവരുടെ കേട്ടു. അപ്പോൾ നമുക്കിവിടെ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരം തുടങ്ങാറായി. നമ്മൾ 5 കണ്ടസ്റ്റന്റിനെ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൂപ്പർ ബമ്പർ കളിക്കാം. ആരാണ് ആ 5 പേരെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സ്വാഗതം ചെയ്യാം ആ 5 കണ്ടസ്റ്റന്റിനെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം 5 പുലിക്കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പേരെന്താണ്? ശരത്, രമേശ്, സുജിത്, വർഷ, രേഷ്മ. റെഡിയാണോ സൂപ്പർ ബമ്പർ കളിക്കാൻ? ആദ്യത്തെ ഗെയിം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ ഗെയിമിലേക്ക് ആരാണ് എൻട്രി ആവുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാനൊരു ചോദ്യം ചോദിക്കും. അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻട്രി ആവാം. ഒരു കുസൃതി ചോദ്യമാണ്. ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചോതുന്ന നഗരം ഏതാണ്? ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചോതുന്ന സ്ഥലം ഏതാണ്? തിരുവനന്തപുരം. എന്താണ്? ലക്നൗ. തീർച്ചയായിട്ടും ശരിയാണ്. ഭാഗ്യം ലക്നൗ. ഇപ്പോൾ ലക്നൗ. തീർച്ചയായിട്ടും ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി. ഉത്തരം പറഞ്ഞിരിക്കുന്ന വർഷയാണ്. സ്വാഗതം ചെയ്യാം സൂപ്പർ ബമ്പറിലേക്ക്. വർഷ എന്താ ചെയ്യുന്നത്?
+1 പഠിക്കുന്നു. ഏത് സ്കൂളിലാണ്? സെന്റ് ആന്റണീസ്. സെന്റ് ആന്റണീസ്. എന്താണ് ആക്ടിവിറ്റീസ്? വേറെ അതർ ആക്ടിവിറ്റീസ്? ഡാൻസ് ചെയ്യും, ഗിറ്റാർ വായിക്കും, ഇത്തിരി പാട്ട് പാടും. അതാ നമുക്ക് വേണ്ട. ആ പാട്ട് പാടുമെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് അതിൽ നിന്ന് പിടിച്ചാലോ? ഒന്ന് ആഞ്ഞു പിടിച്ചാലോ? റെഡിയാണോ? ഓക്കെ, എന്നാ പിടിച്ചോ, തുടങ്ങി. ഡാഡി മമ്മി വീട്ടിലല്ല, കട പോലെ ആരുമല്ല, വിളയാടോ മാവില്ല വില്ലാനാ. കട പോലെ ആരുമില്ല, വിളയാടോ മാവില്ല, വിളയാടോ മാവില്ല വില്ലാനാ. കണ്ടാ, ഇതാണ് തൊലിക്കെട്ടി എന്ന് പറയുന്നത്. അങ്ങ് പാടി നമ്മളല്ലേ, നമുക്കൊന്നും വിഷയല്ലേ? വിഷയമില്ല. അടുത്ത ആളുടെ പേര് രേഷ്മ. രേഷ്മ, നിങ്ങള് സിസ്റ്റേഴ്സ് ആണ്. എങ്ങനെയുണ്ട് അനിയത്തി? സൂപ്പർ. സൂപ്പർ അല്ലേ? ഒരു രക്ഷയില്ലല്ലേ? ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നമ്മളെ അതിനകത്ത് കിട്ടൂല. മോളെന്ത് ചെയ്യുന്നു? ഞാൻ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ. അപ്പൊ മോള് നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആണ്. എന്താണ് നഴ്സിംഗ് ഫീൽഡിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം? നഴ്സിംഗ് പഠിക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? മെഡിക്കൽ ഫീൽഡിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി. ഓക്കെ, പാവങ്ങളെ സഹായിക്കാറുണ്ടോ ഇപ്പോൾ? ഉണ്ട്. അപ്പോൾ ഒരുപാട് നന്മകള്. നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോ ആദ്യത്തെ ഗെയിമിലേക്ക് പോവാം. ഏത് ഗെയിമാണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം 2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു പണപ്പെട്ടി ഇരിപ്പുണ്ട്, പിന്നെ ഇതിവിടെ 8ന്റെ പണിപ്പെട്ടി ഇരിപ്പുണ്ട്. ഈ പണിപ്പെട്ടിയിൽ നിന്നുള്ള പണി ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം, ആ പണി അറിഞ്ഞതിന് ശേഷം മാത്രമാണ്, പണിയിൽ ജയിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് പണപ്പെട്ടിയിൽ നിന്ന് പണം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ അല്ലേ? സന്തോഷമൊന്നും ഇല്ലല്ലോ മോത്ത്? എന്നെ പറ്റി നല്ല സന്തോഷമുണ്ട്. നല്ല സന്തോഷമാണ് മോളെ ശോഭേ. അതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എടുത്തു നോക്കണം. മലയാളം വായിക്കാൻ അല്ല, അയ്യോ ഞാൻ പറയില്ല. വർഷയ്ക്ക് മലയാളം വായിക്കാൻ അറിയില്ല കേട്ടോ. സോറി, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇതൊന്ന് വായിക്കേ. ചുമ്മാ നാറ്റിച്ചല്ലേ? ഇല്ല, ഇത് കാണിക്കരുത് കേട്ടോ. ഇതാരും കാണിക്കൂല. ഒന്ന് വായിക്കേ. ഓക്കെ, ആദ്യത്തെ ഗെയിം ബലൂൺ ബോക്സിംഗ്. 1000 രൂപയുടെ ഗെയിമാണ് വർഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ബലൂൺ ബോക്സിംഗ്. അപ്പോ ബലൂൺ ബോക്സിംഗ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. വർഷേ തന്നെ ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല അല്ലേ? പഠിച്ചിട്ടുണ്ട്. എത്ര നാള് പഠിച്ചു? ഒരു 6 മാസം പോയായിരുന്നു. അപ്പൊ ഞാൻ മുമ്പ് ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞു വിട്ടു കേട്ടോ. ഓക്കെ, അതിനെക്കുറിച്ച് മലയാളത്തിന്റെ കാര്യം പറഞ്ഞത് വിട്ടു. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ 6 മാസത്തിന് ശേഷം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചേച്ചിന്റെ കൂടെ ബോക്സിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അമ്മ നിർത്തിച്ചു. എങ്ങനെ ഈ ബോക്സിംഗിന്റെ ഒരു സ്റ്റൈൽ നമുക്കൊന്ന് കാണിച്ചു തരാം മോളെ? വന്നിട്ട് ഗ്ലൗസ് എന്നിട്ട് ഇതിന് പറയുന്നത് ഗ്ലൗസ് എന്നല്ലേ? ഗ്ലൗസും തന്നെയാ? ഓക്കെ, ഇതിന് വേറെ വല്ല പേരുണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇതിന്റെ പഞ്ച് എങ്ങനെയാണ്? ഓക്കെ, അല്ല മുഖത്തിടിക്കണ്ട, മുഖത്തിടി അല്ല. എങ്ങനെയാ മോളെ ഇതിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാ? അല്ല മോള് പറഞ്ഞാ മതി. എങ്ങനെയാണ്? ഇങ്ങനെ വെക്കുക. ഇവളെ കെട്ടുന്നതിന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു രക്ഷയില്ല കേട്ടോ, മരണമാസാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ബലൂൺ ബോക്സിംഗ് തുടങ്ങാൻ പോവുകയാണ്. വർഷയാണ് ബലൂൺ ബോക്സിങ്ങിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. അത് കൈപ്പൊക്കി കാണിച്ച്. യാ, അതാണ്. വീട്ടിൽ ആരുമായിട്ടാണ് ബോക്സിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്? ചേച്ചിയായിട്ട്. ഏത് ചേച്ചിയാ? ഈ ചേച്ചിയോ? ഈ ചേച്ചിയാണോ? ഈ ചേച്ചിയാണോ? ഇതിനെയാണോ ബോക്സിംഗ് ചെയ്ത് കൊല്ലാറാക്കിയത്? ഒരു രക്ഷയില്ലല്ലേ, ഒരു രക്ഷയില്ല. അപ്പോ നമുക്ക് ബലൂൺ ബോക്സിംഗ് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് 120 സെക്കൻഡിനുള്ളിൽ ഈ ബലൂണുകളെല്ലാം ഇടിച്ചു പൊട്ടിക്കണം. അതാണ് ഈ ഗെയിം. മനസ്സിലായില്ലേ? ബലൂൺ ബോക്സിംഗ് എന്ന് പറയുന്നത്. நீங்க ரெடியா? ரெடியே. நீங்க என்ன பண்ண போற செல்லோ? சிங்கோனா சிங்கிளா வரணும். பண்ணீங்க தான் கூட்டமா வரும். நெருப்புடா. நெருப்புடா. கேம் ஸ்டார்ட். பலூன் பாக்ஸிங் ஸ்டார்ட். கவுண்ட் அவுட். எஸ், கையடி 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 இடிச்சு போட்டுங்க. എന്റെ പൊന്നും കൂടെ കൊള്ളാലോ. സത്യമായിട്ടും ബോക്സിംഗ് പഠിച്ചായിരുന്നല്ലേ? 6 മാസം കൊണ്ട് നിർത്തിയത് നന്നായി. ഓക്കെ, നന്നായിരുന്നു വർഷ. ഗംഭീരമായിട്ട് ചെയ്തു. ആ ഒരു പഞ്ച് അല്ലേ, ഒരു ലെവൽ കീപ്പ് ചെയ്തല്ലേ മോള് ചെയ്ത്. 1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിൽ സമ്മാനമായി വർഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈയടി. അടുത്ത ഗെയിമിലേക്ക് പോകാൻ വർഷ റെഡിയാണോ? റെഡിയാണ്. റെഡിയാണല്ലേ? റെഡിയാണ്. 2000 രൂപയുടെ ഗെയിമാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്. 2000 രൂപയുടെ ഗെയിം എന്താണെന്ന് നമുക്കറിയണം. സി കേരളം സൂപ്പർ ബമ്പറിൽ അടുത്ത ഗെയിം. ഞാൻ എത്ര നേരത്തെ ഒന്നും പൈസ കൊടുക്കാറുള്ളതല്ല, പക്ഷെ മോളുടെ ആക്ടിവിറ്റി കണ്ടിട്ടും ആ ബോക്സിങ്ങിന്റെ ആ സ്റ്റൈല് കണ്ടിട്ടും 1000 രൂപ അങ്ങ് തന്നേക്കാന്ന് വെക്കുന്നു. വർഷയ്ക്ക് ആദ്യത്തെ ഗെയിമിലെ ഉറപ്പായ സമ്മാനം 1000 രൂപ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. ഏതായാലും അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് അറിയണം അല്ലേ? എടുക്കട്ടെ? ഞാൻ എടുക്കണോ? ഓക്കെ, നമ്മളെടുത്തോ. അടുത്ത ഗെയിം ഏതാന്ന് നോക്കാതെ എന്നിട്ട് തന്നാ. ഓക്കെ, വർഷയ്ക്കുള്ള അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്കറിയണ്ടേ? അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പക്ഷേ അപ്പൊ നമ്മൾ നല്ലൊരു ഡാൻസ് കണ്ടല്ലേ? ഗംഭീരമല്ലായിരുന്നോ ഡാൻസ്? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നോ? അതാണ്. അപ്പോ നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാണ്? അടുത്ത ഗെയിം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടില്ല അതൊരു ഗെയിം എന്താണെന്ന്. അടുത്ത ഗെയിമാണ് കുടമറ. വർഷേ ഹാപ്പിയാണ്? അടിപൊളിയാണ്. 100 നിൽക്കുകയാണ്. നമ്മുടെ ഗെയിം എന്താണെന്ന് അറിയാം? കുടമറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ഇവിടെ ഒരു ബെൽറ്റ് ഇരിപ്പുണ്ട്, അത് വർഷ ബെൽറ്റ് കെട്ടുക. എന്നിട്ട് ഇവിടെ കുട ഇരിപ്പുണ്ട്. 12 കുടയാണുള്ളത്. 12 കുട ബെൽറ്റിൽ ഹാങ് ചെയ്യുക. നിവർത്തിയിട്ട് ബെൽറ്റിൽ ഹാങ് ചെയ്യുക. ബാക്കി ടീഷർട്ടിൽ ഹാങ് ചെയ്യുക. 100 സെക്കൻഡാണ് സമയം. പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷ ഈ ഗെയിമിൽ
ജയിക്കുവോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. വർഷയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? വർഷയുടെ കൂടെ പഠിക്കുന്നവരോ കൂടെ പഠിച്ചവരോ അയൽവാസികളോ? അവിടെ റോസ്മേരി ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ പൊന്നെ റോസ്മേരിയെ, എന്നാ ഉണ്ട് വിശേഷം? എങ്ങനെയുണ്ട് വർഷം? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഹാപ്പിയാണോ? എങ്ങനെയുണ്ട്? ക്ലാസ്സിൽ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഫാൻസ് ഒക്കെ ഉണ്ടോ? മുതലാണ്. ബോക്സിംഗ് ഏരിയയാണ്. കിട്ടിയിട്ടുണ്ടോ? എന്റെ പൊന്നെ, നല്ല അഭിപ്രായമല്ലേ? നല്ല അഭിപ്രായമാണല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ബെൽറ്റ് എടുത്ത് കിട്ടിക്കൂ. അപ്പോ ഗെയിം ഇതാണ്. 120 സെക്കൻഡ് ആയിരുന്നു ആദ്യത്തെ ഗെയിമിന്റെ സമയമെങ്കിൽ 20 സെക്കൻഡ് കുറഞ്ഞിട്ടുണ്ട്. 100 സെക്കൻഡാണ് സമയം. വർഷ ഒരു ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ 12 കൊടകളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഓരോ കൊടകളും നിവർത്തി ഹാങ് ചെയ്തിടുക ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും, അതായത് ടീഷർട്ടിൽ, നമ്മുടെ ഈ ബെൽറ്റിൽ. 100 സെക്കൻഡിനുള്ളിൽ ഈ ഗെയിം ജയിക്കുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് 3000 രൂപയുടെ ലെവലിലേക്കാണ് വർഷ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വർഷ മൈക്ക് ഒന്നുകൂടെ പിടിക്കുക. റെഡിയാണോ വർഷ? റെഡിയാണ്. അത് തകർക്കും അല്ലേ? ഇത് പൊളിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാരും പ്രോത്സാഹിപ്പിക്കുക. 10 സെക്കൻഡ് കഴിഞ്ഞു. ഓടാ. 20 സെക്കൻഡ് കഴിഞ്ഞു. 100 സെക്കൻഡാണ് സമയം. ശരിക്കും നിവർത്ത. ഒരു കുട പോയിട്ടുണ്ട്. നന്നായിട്ട് നിവർത്തിക്കൂ. നിവരാത്ത കുടയുണ്ട്. നിവരാത്ത 2 കുടയുണ്ട്. പെട്ടെന്ന്. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. എത്ര കുടയുണ്ട് നിങ്ങൾ എണ്ണ? 4 5 എത്രയായി? 10ആയി. നേരെ ബാക്കിൽ ഒരെണ്ണോടെ. ബാക്കിൽ ശ്രദ്ധിച്ച്. സമയമുണ്ട് മോളെ, സമയമുണ്ട്. 12ആയോ? 12ആയോ? 20 സെക്കൻഡ് ബാക്കിയുണ്ട്. ടീഷർട്ടിന്റെ ഈ സൈഡ്. സമയമുണ്ട്. 12 കൂടെ കഴിഞ്ഞു. യെസ്, 12 കൊട 100 സെക്കൻഡിനുള്ളിൽ 2000 രൂപയ്ക്കുള്ള വർഷയുടെ വിജയം ആഘോഷിക്കട്ടെ. മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ വർഷേ എന്തോ പൊന്നും കൂടെ എനിക്ക് വയ്യ. തകർത്തു, തരിപ്പണമാക്കി കേട്ടോ. എന്താ രസം ഉണ്ടായിരുന്നോ? ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം. ഒച്ചൊരു കൈ നോടി കിട്ടും. രസം അല്ലേ? നവരസമായി പോയി ഇപ്പോൾ. എന്തായാലും കുഴപ്പമില്ല. ഏതായാലും അടുത്ത ഗെയിം, മൂന്നാമത്തെ 3000 രൂപയുടെ ഗെയിമാണ് ഇനി അടുത്ത് കളിക്കാൻ പോണത്. റെഡിയാണോ? റെഡിയാണ്. വർഷ ഈ പൈസയെല്ലാം ചില കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് വെക്കുന്നത്? എനിക്ക് ഒരു വലിയ കീബോർഡ് വാങ്ങിക്കണം. കീബോർഡ്? ഇതാണോ? കീബോർഡ് വായിക്കോ? വായിക്കും. ഭയങ്കര ആഗ്രഹമാണല്ലേ? എത്ര രൂപ കീബോർഡിന്? എത്ര രൂപ? 25,000 ആണല്ലേ? ഓക്കെ. പിന്നെ കുറച്ച് ആതുര സേവനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയുള്ള നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. വർഷയ്ക്കും വർഷയുടെ ചേച്ചിക്കും ഒക്കെ കുറേ ആക്ടിവിറ്റി, അതായത് പാവപ്പെട്ടവരെ സഹായിക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും പുറത്ത് പറയാൻ വർഷ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. ഓക്കെ. ഏതായാലും കീബോർഡ് വാങ്ങിക്കാനുള്ള വർഷയുടെ ആഗ്രഹമാണ് 25,000 രൂപ. ഓക്കെ. ഇപ്പോൾ വർഷ ഒരു 3000 രൂപയ്ക്ക് അല്ല 5000 രൂപയ്ക്ക് പുറത്തായെന്ന് വെക്കുക. ആ 5000 രൂപ കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 3000 രൂപയ്ക്ക് എന്ത് ചെയ്യും? 3000 രൂപയ്ക്ക് വർഷം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡയറി മിൽക്ക്. എന്ത് ഡയറി മിൽക്ക് കഴിച്ചിട്ടുണ്ടാ? ഇതല്ലേ കോലൊന്ന്. നമുക്ക് അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. കളിക്കാനായിട്ട് വന്നിരിക്കുന്നത് സി കേരളം സൂപ്പർ ബമ്പറിൽ വർഷയാണ്. അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. ഓക്കെ. 3000 രൂപയ്ക്കുള്ള
ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സൂപ്പർ ബമ്പറിൽ അടുത്ത ഗെയിം വർഷയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗെയിം ക്ലിപ്പ് ഡ്രസ്. ഒരു പിടുത്തം കിട്ടിയില്ലല്ലേ? നമ്മുടെ ഗെയിം മാസ്റ്റർ ഉണ്ട്, അദ്ദേഹം ഇടുന്ന പേരാണ്, പല പല പേരുകൾ ഇടുന്നുണ്ട്. എന്താണെന്ന് തോന്നുന്നു? ക്ലിപ്പ് ഡ്രസ് എന്താണ്? കൊട നമ്മൾ തൂക്കിയിട്ടില്ല, ക്ലിപ്പ് ഡ്രസ് അതിന്റെ ഒരു രീതിയായിരിക്കും. അത് തന്നെയാണ്. അതാ ക്ലിപ്പ് ഡ്രസ് ആണ്. ക്ലിപ്പ് ഡ്രസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്ലിപ്പുകൾ ശരീരത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക, അതായത് ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക. എത്ര സെക്കൻഡാണ്? 80 സെക്കൻഡിനുള്ളിൽ 20 ക്ലിപ്പുകളാണ് വെക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. ചിരി മാത്രം ഉണ്ടല്ലേ? ആ ചിരി എൻ്റെ പുകഞ്ഞ ചിരിയാണല്ലേ? അതൊരു പുകഞ്ഞ ചിരി അല്ലേ? എന്നാ ചിരിച്ചെന്ന് കാണിച്ച്, ക്യാമറ നോക്കി ചിരിച്ച്. കണ്ടോ, നല്ല ചിരിയാണ്. ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ക്ലിപ്പ് ഡ്രസ് ഗെയിം സ്റ്റാർട്ട്. 1 2 3 6 7 8 9 10 11 12 13 14 15 16 17 18 18 19 20 21 മതി, ജയിച്ചിരിക്കുകയാണ്. 3000 ജയിച്ചിരിക്കുകയാണ്. സി സൂപ്പർ ബമ്പറിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ വർഷം റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഒന്നുകൂടെ പറയൂ. റെഡിയാണെന്ന്? റെഡിയാണ്. നല്ലൊരു കൈയടി. ഇടയ്ക്ക് ചേച്ചി നോക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല ചേച്ചി, ചേച്ചി പാവല്ലേ, ചുമ്മാ ഒരു സമാധാനം. ചേച്ചി ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലേ? എങ്ങനെ ചേച്ചിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചേച്ചി പാവമാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഷെയറിംഗ് ആണ്, മുത്താണ്. അയ്യോ, ആ മുഖം കണ്ടോ? അയ്യോ പൊന്നെ. ഇത് പറയാൻ വേണ്ടി എത്ര ഡയറി മിൽക്ക് കയറുന്നതിന് മുമ്പ് വാങ്ങി തന്നു? അപ്പൊ കിട്ടും, മേടിച്ച് കിട്ടാറുണ്ട് ആവശ്യത്തിനല്ലേ? എന്തായാലും അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഏതായാലും അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്താണ് വേണ്ടത്? ബ്രേക്ക് അല്ല, ഒരു ചെറിയ പെർഫോമൻസ്. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരം ആശകളാൽ ഒരു പൊൻവൽ തേൻവണ്ടു ഞാൻ അലരേ, തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരം ആശകളാൽ ഒരു പൊൻവൽ തേൻവണ്ടു ഞാൻ അലരേ, തേൻവണ്ടു ഞാൻ. ജലശേഖരം നയനമരര ശിശിരാമൃതം. ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ. എന്തൊരു മാനം, എന്തൊരാവേശം, ഒന്നാകുവാൻ അടലേ, ഒന്നാകുവാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിനായിരം ആശകളാലൊരു പൊൻവലി തേൻവണ്ടു ഞാൻ അലരേ, തേൻവണ്ടു ഞാൻ.
കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലവേദമൊഴുകിയൊരു കാവ്യസംഗീതം കന്നിത്താരുണ്യം സ്വർണ്ണത്തേക്കിണ്ണം അതിൽ തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ലഹരിയിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാലൊരു പൊൻവല നീ തേൻ വണ്ടു പാട്ടങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. പൊളിയായിരുന്നു. അതങ്ങനെ വേണം പറയാൻ കേട്ടോ. 3000 രൂപയുടെ സമ്മാനമാണ് കിട്ടാനുള്ളത്. 1000 രൂപ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനിയിപ്പോ ബാലൻസ് 2000 രൂപ. രൂപയാണ് കൊടുക്കുവാൻ പോകുന്ന വർഷയ്ക്ക്. 1000 രൂപ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 3000 രൂപ ടോട്ടൽ. അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോവാം. ഏതാണെന്ന് നോക്കാം. അടുത്ത ഗെയിം നോക്കിയോളൂ. അടുത്ത ഗെയിമിന്റെ പേരാണ് ബജിക്കട. ബജിക്കട എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. കാത്തിരിക്കുക. ബജിക്കട എന്താണെന്ന് അറിയാം. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കുള്ള സമ്മാനമാണ്? 5000 രൂപ. 10000 രൂപയ്ക്കുള്ള സ്റ്റെപ്പാണ് 5000 രൂപ. ഓക്കെ എന്ന് പറഞ്ഞ് 5000 രൂപ. ആകാംക്ഷയോടെ പറഞ്ഞു 5000 രൂപ. അയ്യോ, ഒരു രക്ഷയില്ലല്ലേ. അപ്പൊ ഏതായാലും ബജിക്കടയിലെ വിശേഷങ്ങൾ. ഇവിടെ 2 ബജി വെച്ചിട്ടുണ്ട്. ആ ബജിയിൽ 60 സെക്കൻഡിനുള്ളിൽ ഒരു ബജി കഴിച്ചാൽ മതി. ഈ ബജി എന്ന് പറയുന്നത് ബജി ആക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ബജി ഇതുവരെ ആയിട്ടില്ല. ഇത് മുളകാണ്. ഇതാണ് കഴിക്കേണ്ടത്. കഴിക്കുകയല്ലേ? അപ്പൊ നല്ലൊരു കൈയടി. 60 സെക്കൻഡിനുള്ളിൽ ഒരു മുളക് കഴിച്ചു തീർക്കുക. വളരെ ഗൗരവമേറിയ ഒരു മത്സരമാണിത്. ഒരു മുളക് കഴിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. നീറി പുകയട്ടെ. എന്നാലും നമ്മൾ കീബോർഡ് മേടിക്കാനുള്ള ശ്രമം നടത്തും അല്ലേ? 5000 രൂപയുടെ ഗെയിമാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ. 60 സെക്കൻഡ് സമയമുണ്ട്. 60 സെക്കൻഡാണ് സമയം. 10 സെക്കൻഡ് കഴിഞ്ഞു. അയ്യോ, 20 സെക്കൻഡ് കഴിഞ്ഞു. ഓ, 30 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, 40 സെക്കൻഡിനുള്ളിൽ ജയിച്ചിരിക്കുകയാണ്. 5000 രൂപ. മുളക് കഴിച്ചു, മടുത്തു, ഭയങ്കര ഒരു രക്ഷയില്ല. വെള്ളം വേണോ ഇനി? വെള്ളം വേണ്ട. അപ്പോൾ ഏതായാലും നമ്മുടെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ആ എരിച്ചിലും പുകച്ചിലും ഒക്കെ മനസ്സിലായി. അടുത്ത് നിന്ന് എൻ്റെ കണ്ണു തന്നെ നിറഞ്ഞു. വിഷമം കൊണ്ടല്ല, മുളകിൻ്റെ അല്ലി തെറിച്ചിട്ട്. ഏതായാലും വർഷയ്ക്ക് ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. വർഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ്? പക്ഷേ സന്തോഷമായില്ലേ? 10000 രൂപയ്ക്കുള്ള ഗെയിമിലേക്ക് പോവുകയാണ്. നമുക്കൊരു ഡാൻസ് ചെയ്യാം അല്ലേ? സന്തോഷത്തിന് ഓക്കെ അല്ലേ? തുടങ്ങാം. കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വായിക്കോട്ടെ. റെഡി? പാട്ട് പോരട്ടെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ പമ്പർ മലയാളിക്കൊരു
നമ്മുടെ ഗെയിമാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. കളിക്കാനായി വർഷ റെഡി ആയിട്ട് നിൽക്കുകയാണ്. റെഡിയല്ലേ വർഷ? 10,000 രൂപയുടെ ഗെയിം എന്താണ് നമുക്ക് അറിയേണ്ടതുണ്ട്. അടുത്തത് 10,000 രൂപയ്ക്കുള്ള കളിയാണ് കളിക്കാൻ പോകുന്നത്. ജയിക്കുമോ? സംശയമാണ്. എന്തായാലും റെഡിയാണോ? റെഡിയാണ്. എന്താ സംശയം പറ്റി? കളി എന്തോന്നൊന്നും അറിഞ്ഞൂടല്ലോ. ഓക്കെ, നല്ല ഗെയിമാണ്, തീർച്ചയായിട്ടും തരാൻ പോവുകയാണ്. നല്ലൊരു ഗെയിമാണ്. റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. 3,000 രൂപ ഉറപ്പായ സമ്മാനം നമ്മുടെ കയ്യിലുണ്ട് ഉറപ്പായിട്ടും. അടുത്ത ഗെയിം അതാണ് നോക്ക്. അടുത്ത ഗെയിം മുട്ട വിതരണം. 10,000 രൂപയ്ക്കുള്ള ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തുറയിലാണ് നിൽക്കുന്നത് നമ്മൾ. ഈ സമയത്തും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കൂടി നിൽപ്പുണ്ട്. അപ്പം ഗെയിം തയ്യാറാണ്. വർഷയ്ക്കുള്ള ഗെയിം റെഡിയാണ്. ഏത് ഗെയിമാണ് എന്ന് നമുക്ക് നോക്കാം. ഏതായാലും നല്ലൊരു കൈയ്യടി കൊടുക്കാം ഈ കുട്ടിക്ക്. ഈ ജനങ്ങളുടെ സപ്പോർട്ടാണ് പക്ഷേ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ഗെയിമിന്റെ പേരെന്താണ്? മുട്ട വിതരണം. ഓക്കെ, ഇവിടെ 2 പ്ലേറ്റിലായിട്ട് മുട്ട ഇരിപ്പുണ്ട്. ഈ മുട്ട പൊളിച്ചിട്ട് 4 എണ്ണം 40 സെക്കൻഡിനുള്ളിൽ 4 എണ്ണം ഇവിടെ കൊടുക്കുക. മനസ്സിലായില്ലേ? 4 എണ്ണം വാങ്ങാൻ നിങ്ങൾ റെഡിയായിട്ട് നിന്നോണം. അവിടെ ഒരാളുണ്ട്, അവനൊരു മുട്ട കൊടുക്കണം, ഇവിടെ കൊടുക്കണം, അപ്പറേ കൊടുക്കണം, അവിടെയും കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അതിനു മുമ്പ് കണ്ണ് കെട്ടണം. വർഷയുടെ കണ്ണ് കെട്ടണം. ഒന്ന് കൈയടിച്ചേ കണ്ണ് കെട്ടുമ്പോൾ. പക്ഷേ കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. അപ്പോൾ 2 പ്ലേറ്റിലായിട്ട് 2 സെറ്റ് ടൈപ്പിൽ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് പൊളിച്ച് 4 പേർക്ക് കൊടുക്കുക. ഇതാണ് ഗെയിം. പക്ഷേ പൊളിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിനകത്ത് പുഴുങ്ങാത്ത മുട്ടയാണുള്ളത്. സെലക്ട് ചെയ്ത് 4 എണ്ണമാണ് കൊടുക്കേണ്ടത്. 40 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 4 എണ്ണം പൊളിച്ചു കൊടുക്കണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വർഷ റെഡിയാണ്. മുട്ട വിതരണമാണ് വർഷയുടെ. ഗെയിം സ്റ്റാർട്ട്. അടിപൊളി. അയ്യോ, അപ്പുറത്തുണ്ട് പ്ലേറ്റ്, അപ്പുറത്തുണ്ട് പ്ലേറ്റ്, അപ്പുറത്തുണ്ട് പ്ലേറ്റ്, മോളെ അപ്പുറത്തുണ്ട് പ്ലേറ്റാ. ആരെങ്കിലും മേടിച്ചോ? ആരെങ്കിലും മേടിക്ക കളയരുത്. സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. കൊടുക്ക. Count down. 5, 4, 3, 2, 1. ഏതായാലും മൊത്തം മൊട്ടമയമായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? നല്ലൊരു കൈയടിച്ച്. ഓക്കെ, എല്ലായിടത്തും നല്ല രസമായിട്ട് മുട്ട തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ കൊച്ചിലേ പോയെന്ന് അറിയത്തില്ല, കൈ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതായാലും കുറച്ച് സമയം എടുക്കും. ഏതായാലും നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
പക്ഷേ ഇന്നുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്തു. 10,000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം. 10,000 രൂപ കിട്ടിക്കഴിഞ്ഞു. നല്ലൊരു കൈയടി. ഓക്കെ, അപ്പോൾ വർഷയ്ക്ക് ബാക്കി ഇനി 7,000 രൂപ തരണം. നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ കളിച്ച് നന്നായിരുന്നില്ലേ? നന്നായിട്ട് ചെയ്തു. ഏതായാലും ബാലൻസ് 7,000 രൂപ വർഷയ്ക്ക് കൊടുക്കുകയാണ്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് 10,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ബാലൻസ് 7,000 രൂപ. സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം. അപ്പൊ മൊത്തം ഇപ്പൊ 10,000 രൂപയായി. ഹാപ്പി അല്ലേ? Happy ഒന്ന് തുള്ളിച്ചാടിക്കേ. യെസ്, അതാണ്. അടുത്തത് നമുക്ക് സൂപ്പർ ബമ്പറാണ് കളിക്കാൻ പോകുന്നത്. 25,000 രൂപയാണ് ആ ഗെയിമിൽ രക്ഷപ്പെടുകയാണെങ്കിൽ കിട്ടുന്നത്. 25,000 രൂപയുടെ ഗെയിമിന് വർഷം റെഡിയല്ലേ? റെഡിയാണ്. സൂപ്പർ ബമ്പറാണ് ഇനി കളിക്കാൻ പോകുന്നത്. 25,000 രൂപയ്ക്കുള്ള ഗെയിമാണ് നടക്കാൻ പോകുന്നത്. റെഡിയല്ലേ? റെഡിയാണ്. അതിനു മുമ്പേ നമുക്ക് ഗെയിം ഏതാണെന്ന് നോക്കണം അല്ലേ? ഏതായാലും 25,000 രൂപയ്ക്കുള്ള ഗെയിം ഏതാണെന്നറിയാം. ഈ ഗെയിമിന്റെ പേരാണ് തട്ടി വീഴാതെ. 25,000 രൂപയുടെ ഗെയിം കളിക്കാൻ റെഡിയാണോ? റെഡിയാണ്. തട്ടി വീഴാതെ എന്നുള്ള ഗെയിമാണ്. എല്ലാവരുടെയും മനസ്സ് വർഷയുടെ ഒപ്പം വേണം. നമുക്ക് ഗെയിമിലേക്ക് ഇറങ്ങാം. ഒരു കയറി കിടന്ന് കറങ്ങുന്നുണ്ട്. 20 സെക്കൻഡേ ഉള്ളൂ സമയം. 25,000 രൂപയുടെ മത്സരമാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 20 സെക്കൻഡിനുള്ളിൽ ഇവിടുന്ന് ഈ കയറിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോവുക. കയറെ തട്ടാൻ പാടില്ല. ആ മുകളിലോട്ട് ചെല്ലുന്ന സമയത്ത് അടിയിൽ കൂടെ പോവുക. തിരിച്ച് ഈ കയറിൽ തട്ടാതെ ചാടി ഇപ്പുറത്തെത്തുക. 3 തവണ ചെയ്താൽ മതി 20 സെക്കൻഡിനുള്ളിൽ. കയറിൽ തട്ടരുത്. കയറിൽ തട്ടുന്നത് കൂട്ടത്തില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ആ കോൺഫിഡൻറ്റിന് നല്ലൊരു കയ്യടി. 25,000 രൂപയുടെ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡിയാണ്? വർഷം റെഡിയാണ്? ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ഗെയിം തട്ടരുത്. കയറിൽ തട്ടരുത്. ഓ, ശ്രദ്ധിക്കും മോളെ. യെസ്. ഓ, തട്ടരുത് മോളെ. പറ്റും. $25,000 ഗെയിമാണ്. സമയമായി. 20 സെക്കൻഡ് കഴിഞ്ഞു വർഷ. സാരമില്ല അല്ലേ? സാരമില്ല. ഈ കോൺഫിഡൻ്റ് ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ് അല്ലേ? സത്യമല്ലേ? എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ് വർഷയുടെ ഈ കോൺഫിഡൻറ്റ്. 10,000 രൂപ എന്തായാലും ഉറപ്പായ സമ്മാനമുണ്ട്. വിഷമമുണ്ടോ? ഇല്ല. എന്നാൽ ഇത്ര ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെ പല സമയങ്ങളും നമ്മൾ എന്താ പറയുക, നമ്മൾ പലരെയും പ്രതീക്ഷിക്കും. പ്രതീക്ഷകളാണ് നമ്മളെല്ലാം ജീവിപ്പിക്കുന്നത് അല്ലേ? ശരിയാണോ? പ്രതീക്ഷകളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ വന്ന് രക്ഷിക്കുന്നവരായിരിക്കും യഥാർത്ഥ രക്ഷകരെന്ന് പറയുന്നത്. രക്ഷകരുടെ ഇടയിൽ തന്നെയാണ് വന്നത്. രക്ഷിക്കാൻ ഏറ്റവും നിയോഗമുള്ളവരുടെ ഇടയിൽ തന്നെയാണ് സി കേരളം ഇന്ന് എത്താൻ പറ്റിയത്. അതെ, കടപ്പുറത്തിന്റെ മക്കൾ കേരളത്തെ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ച കേരളത്തിന്റെ മക്കളുടെ അടുത്താണ് സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, രക്ഷിക്കുന്നവരാണ് ഞങ്ങളുടെ ദൈവങ്ങൾ. ദൈവങ്ങളുടെ നാട്ടിൽ വന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നാളെ നിങ്ങളുടെ നാട്ടിലായിരിക്കാം സൂപ്പർ ബമ്പർ വരുന്നത് ഒരുപാട് സമ്മാനങ്ങളുമായി. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാട്.